ഹലോ മൈ ഗായ്സ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഈ വൈകുന്നേരം നേരത്തെ വീട്ടിൽ കുത്തിയിരുന്നപ്പോഴാണ് അമ്മ എന്നെ ചുള്ളി ഓർക്കാൻ വിളിച്ചത്. എന്നാൽ പിന്നെ പോയിരുന്ന് രണ്ടെണ്ണം പറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് സ്ഥിരം പോകാറുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. കുറച്ച് ചുള്ളിലും വിറകും ഒക്കെ ഇവിടെ വീട്ടിൽ കുറവാണ്. എന്നാൽ പിന്നെ പോയി പറക്കി എല്ലാം അടുക്കി വെച്ച് കൊടുക്കാം. ഇനി മഴ പെയ്ത് തുടങ്ങിയാൽ പിന്നെ അത് പിന്നെ അതൊരു ചടങ്ങാണ്. മഴയത്ത് നനഞ്ഞു കുതിർന്ന് എടുക്കാൻ പോകുന്നത് ഭയങ്കര മെനക്കെട്ട പണിയാണ്. അപ്പോൾ അതിനും ഭേദം ഇപ്പോഴേ ഒന്ന് സെറ്റാക്കി വെക്കാം, മഴ പെയ്യുന്നതിന് മുമ്പ് ചുള്ളിലും വിറകൊക്കെ. അപ്പോൾ റീസ്റ്റോർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനും അമ്മയും ആ ചുള്ളൊക്കെ പറക്കി വെക്കുവാണ്. ഇപ്പോൾ നേരത്തെ മഴയിലൊക്കെ ഇഷ്ടംപോലെ കാറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ ചുള്ളുണ്ട്. അപ്പുറത്ത് ഞാൻ കുറേ കൂട്ടിയിട്ടിട്ടുണ്ട്. കുറച്ച് മുമ്പേ തൊട്ട് എൻ്റെ ചുള്ളെടുക്കാൻ തുടങ്ങിയതാണ്. ഞാൻ പിന്നീട് ആലോചിച്ചൊരു വീഡിയോ എടുത്തേക്കാം. ഈ വയലിപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇഷ്ടംപോലെ പൂച്ചയും നല്ല പ്രകൃതി രമണീയമായി കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മിന്നുൻ്റെ ശബ്ദങ്ങൾ വരും, അത് സ്വാഭാവികമാണ്. എൻ്റെ അടുത്ത് ഇവിടെ വരുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലും മാറിപ്പോയിരുന്ന് റെക്കോർഡ് ചെയ്യാൻ എന്നെ സമ്മതിക്കത്തില്ല ഗൈസ്. എന്തോ ചെയ്യാനാണ്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കുക എല്ലാവരും. ഇപ്പുറത്ത് കുതിര തിന്നുന്നു, അപ്പുറത്ത് പശു തിന്നുന്നു. ഇപ്പുറത്ത് കുതിര തിന്നുന്നു, അപ്പുറത്ത് പശു തിന്നുന്നു. എങ്ങനെയുണ്ട്? രണ്ടുപേരെ ഓപ്പോസിറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കുഞ്ഞാറ്റയ്ക്ക് അവിടെ കൂട്ടിനായിട്ട് കുറേ പശുക്കൾ നിൽപ്പുണ്ടായിരുന്നു ഗൈസ്, തൊട്ടപ്പുറത്തായിട്ട്. പിന്നെ അവിടെ ഇഷ്ടംപോലെ മഞ്ചാടിയുണ്ട്. മഞ്ചാടി മരം ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ മഞ്ചാടിയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് പറക്കിയെടുത്തു ഗൈസ്. എനിക്കിത് ശേഖരിക്കാൻ ഭയങ്കര ഇഷ്ടമായി മഞ്ചാടി. ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നും കാണത്തില്ല, ഒരു എത്ര എണ്ണമൊക്കെ കാണും, ഒരു 50 എണ്ണമൊക്കെ കാണുമായിരിക്കും മഞ്ചാടി എൻ്റെ കയ്യിൽ. പിന്നെ മിന്നു അവിടെ വന്നായിരുന്നു. അപ്പോൾ മിന്നു അവിടെയൊക്കെ കുറച്ച് നേരം എന്നെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതിനുശേഷം ഞാൻ ആണെങ്കിൽ തോണ്ട് അവിടെ നോക്കിയപ്പോൾ നല്ലൊരു പഴുത്ത കൈതച്ചക്ക ഇരിക്കുന്നു, കൈതച്ചക്ക കേട്ടോ. അപ്പോൾ അതും പറിച്ചെടുത്തിട്ടുണ്ട്. കൈതച്ചക്കയൊക്കെ ഒടിച്ച് കഴിഞ്ഞപ്പോഴാണ് താഴെ നോക്കിയപ്പോൾ നല്ല അടിപൊളി ഇലയാണ് ഗൈസ്. ഈ ഇല നിങ്ങൾക്ക് അറിയാവോ? എന്തോ ഒരു ചേമ്പ് ടൈപ്പിലുള്ള ഒരു ഇലയാണ്.